എന്നാടി നീ എരിവുള്ള വല്ലതും കഴിച്ചോ? ഭയങ്കര നടുവേന ചായ. നടുവേദന? മുറ്റ ഓടിക്കാനായിട്ട് ഇങ്ങനെ കുനിഞ്ഞപ്പോ ഒരു പിടുത്തം. നീ ഒരു കാര്യം ചെയ്യ്, ഞാൻ ബാമിട്ട് തരാം. ബാമ്പരട്ട് കുറച്ചു നേരം കിടന്നാൽ മതി, മാറിക്കോളൂ. ഇപ്പൊ കുറച്ച് ദിവസമായി ചായ തുടങ്ങിയിട്ട് എന്തെങ്കിലും ഒരു ജോലി ചെയ്യുമ്പോ അപ്പ വേദനയാ. കുറച്ചു ദിവസമായോ? എന്നിട്ട് നീ എന്നോട് എന്താ പറയാത്ത? എനിക്ക് വേദന എന്നൊക്കെ പറഞ്ഞ ചായ വിഷമിക്കത്തില്ലേ, അതുകൊണ്ടാ പറയാഞ്ഞത്. ആഹാ, സങ്കടപ്പെടുമെന്ന് കരുതിയിട്ട് പറയാതിരിക്കുവാരെങ്കിലും. ഇനി നിനക്ക് എന്തെങ്കിലും വിഷമം വന്നാൽ എന്നോടല്ലേ പറയേണ്ടത്? നമുക്കൊരു കാര്യം ചെയ്യാം, ആശുപത്രി പോവാം, ഒരു ഇഞ്ചക്ഷൻ എടുത്താൽ മാറിക്കോളും. അയ്യോ ഇഞ്ചക്ഷൻ എനിക്ക് പേടിയാന്ന് വെച്ചാൽ അറിയാലോ. എടി എന്ന് പറഞ്ഞ് ഇങ്ങനത്തെ നടുവേദന ഒന്നും വെച്ചോണ്ടിരിക്കാൻ പാടില്ല, കൃത്യമായിട്ട് ചികിത്സിക്കണം, ഇല്ലെങ്കിൽ അത് പിന്നെ വലിയ പ്രശ്നമാവും. പ്രശ്നമാകും. അതിന് ഞാൻ വേറൊരു കാര്യം പറയട്ടെ. നമുക്കേ ഇവിടെ ഒരു ജോലിക്കാരിനെ വെച്ചാലോ? ജോലിക്കാരിനെ. എന്തിന്? രാവിലെ വന്ന് വൈകിട്ട് പോകുന്ന ഒരാള്. എല്ലാ ദിവസവും ഒന്നും വേണ്ടിച്ചായ ഇങ്ങനെ പിടിക്കണം. ആകെ ഒരു 3 ദിവസം ആഴ്ചയില്, അത്ര മതി. രാവിലെ വരികയും വേണ്ട, പോകാൻ വേണ്ട. ഇവിടെ ആകെ നമ്മൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ. നീ ആണെങ്കിൽ ഇവിടെ ഫുൾ ടൈം വെറുതെ ഇരിക്കുമല്ലേ. നിനക്ക് ചെയ്യാവുന്ന ജോലി മാത്രമേ ഇവിടെ ഉള്ളൂ. ആ ജോലി വേലക്കാരി വന്ന് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നീ എന്തോ ചെയ്യുമെന്ന് പറ. എടി നിനക്ക് ഇവിടെ നിന്ന് ബോറടിക്കും. ബോറടിക്കാതിരിക്കാൻ വേണ്ടല്ലേ ഈ ചായ പറയുന്നത്. ഈ ചായ രാവിലെ പോവും, വൈകിട്ട് വരും. എനിക്കും മിണ്ടിയും പറഞ്ഞിരിക്കാൻ ആരെങ്കിലും ഒക്കെ വേണ്ട ഈ ചായ. മിണ്ടിയും പറഞ്ഞു ഇരിക്കാൻ ശമ്പളം കൊടുത്ത് ജോലിക്കാരി വെക്കൂടി. എന്നാ വർത്താനം അടി? അധികം ശമ്പളം ഒന്നും കൊടുക്കണ്ട. ഇതിപ്പോ ആഴ്ച 3 ദിവസമല്ലേ ഉള്ളു. അത് രാവിലെ വന്ന് വൈകിട്ട് അങ്ങ് പോകും. ഇത്ര ശമ്പളം ഒന്നും കൊടുക്കണ്ട ഈ ചായ. നടക്കത്തില്ലേ? ഈ ചായന്റെ ഈ പിശുക്കാണ് എല്ലാത്തിനും കാരണം. എനിക്ക് വേദന എന്ന് പറഞ്ഞിട്ട് ഒരു ആ മനസ്സൊന്നും അലിയുന്ന പോലും ഇല്ലല്ലോ. ഇത്രയും വേദന വെച്ചിട്ട് ഞാൻ ഇനി മുറ്റമൊക്കെ അടിക്കണം അല്ലേ? മുറ്റം അടിക്കുന്നതാണോ നിന്റെ പ്രശ്നം? ഞാൻ മുറ്റം അടിക്കാം. ഇച്ചായ മുറ്റം അടിക്കാനാ? എന്താ ഒരു ഡോക്ടറായി ഇച്ചായ മുറ്റം അടിക്കാനാ? ഈ നാട്ടുകാരൊക്കെ എന്ത് പറയും? ഡോക്ടർ മുറ്റം അടിച്ചാൽ നാട്ടുകാരെന്തോ പറയാൻ? നാട്ടുകാർക്ക് വേണ്ടിയാണോ നമ്മൾ ജീവിക്കുന്നത്? നാട്ടുകാർ എന്ത് പറയുമെന്നറിയോ? ആ ആലീസ് വീട്ടിലൊന്നും ചെയ്യുന്നില്ല, ആ ഡോക്ടറെ കൊണ്ടാണ് മുറ്റം അടിപ്പിനെന്ന് പറയും. നാട്ടുകാരെ ബോധ്യപ്പെടുത്താനാണോ നമ്മൾ ജീവിക്കേണ്ടത്? ആണോ? നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാന്നേ. ഭാര്യയ്ക്ക് ഭയങ്കര ഭർത്താവിന് ജോലി ചെയ്യാം, അതിലൊന്നും ഒരു കാര്യമില്ല. ഞാൻ മുറ്റം അടിച്ചോളാം. അപ്പൊ ജോലിക്കാരിനെ വെക്കാൻ ഇച്ചായ സമ്മതിക്കത്തില്ലല്ലേ? ഇടി അതിന്റെ ആവശ്യമില്ല. എനിക്ക് മനസ്സിലായി ചായ. ഞാനൊരു +2 കാരിയല്ലേ, അത്ര വലിയ വിദ്യാഭ്യാസം ഒന്നും ഇല്ലല്ലോ. അപ്പൊ ഞാൻ ഇവിടുത്തെ ജോലിയൊക്കെ എടുത്ത് ഒരു വീട്ടു ജോലിക്കാരിനെ പോലെ ഇവിടെ അങ്ങ് നിക്കണം. അത് തന്നെ കാര്യം. ഇവളിപ്പോ എന്തിനാ കരഞ്ഞത്? ആലീസേ, നിങ്ങളുടെ ചെറിയ കാര്യത്തിനൊന്നും പിണങ്ങല്ലേ. ഞാൻ പറഞ്ഞത് കാര്യമല്ലേ. പോയി ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. എടി ഞാൻ ഇപ്പൊ നിന്റെ നിർബന്ധത്തിന് വഴങ്ങി ഒരു ജോലിക്കാരിയെ വെച്ചു എന്ന് വെക്ക്. അവരൊരു പ്രായമുള്ള സ്ത്രീ ആണെങ്കിൽ നിന്റെ കാര്യം നോക്കാൻ വന്നിട്ട് അവസാനം നീ അവരുടെ കാര്യം നോക്കേണ്ട അവസ്ഥയാവൂലേ? അതിന് പ്രായമുള്ള ആളെ വെക്കാതിരുന്നാ പോരെ? പിന്നെ നമുക്കൊരു ചെറുപ്പക്കാരനെ വെക്കാലോ. എന്തോ നോക്കുന്നത്? നീ ഇപ്പൊ എന്താ പറഞ്ഞ? നമുക്കൊരു ചെറുപ്പക്കാരനെ വെക്കാലോ. ചെറുപ്പക്കാരിയാ? ജോലിക്കാ? ഇവിടെ ഈ റോഡിൽ കൂടെ ഏതെങ്കിലും ഒരു സ്ത്രീ ഇങ്ങോട്ട് നോക്കിക്കൊണ്ട് പോയാൽ നീ പറയാം അവരെന്നെ വായി നോക്കിയാണ്. എന്നിട്ട് അവിടെ ഒരു ചെറുപ്പക്കാരിയായ ഒരു പെണ്ണിനെ ഇവിടെ ജോലിക്ക് വെക്കാൻ പോകുന്ന നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചാ? അയ്യേ, അത് ഇച്ചായ സംശയം ഉണ്ടായിട്ട് പറയുന്നൊന്നുമല്ല. പിന്നെ ഇച്ചായ, ഞാൻ ഈ കാര്യം പവിത്രനോടൊന്ന് സൂചിപ്പിച്ചു. അപ്പൊ പവിത്ര എന്നോട് പറഞ്ഞു പവിത്രന്റെ കുടുംബത്തിൽ നല്ലൊരു കൊച്ചുണ്ട്, പാവമാണെന്ന് പറഞ്ഞു. അപ്പൊ പവിത്രന്റെ അടുത്ത് ചർച്ചയൊക്കെ നടത്തി കഴിഞ്ഞു. എന്നിട്ട് എന്താണാവോ ഈ അച്ചായനോട് അത് പറയാത്ത? ഇത് അത്ര വലിയ ഡിസ്കഷൻ ആയിട്ടൊന്നും നടന്നില്ല. പിന്നെ കൊച്ചിന്റെ കഷ്ടപ്പാടും ദുരിതമൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് എന്നോട് പവിത്രൻ ചോദിച്ചു എന്തെങ്കിലും ഒരു ജോലി കൊടുക്കാൻ പറ്റുമോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഓർത്ത് ഇങ്ങനെ ഒരു ജോലി ഇവിടെ കൊടുക്കാന്ന്. അത്ര വിളിച്ചായ ഇപ്പോഴത്തെ ചെറുപ്പക്കാരികളൊക്കെ ഈ ജോലിക്ക് വരുമോ? പിടിക്കല്ലേ? വരുമായിരിക്കും. അല്ല, പവിത്ര അങ്ങനെ പറഞ്ഞല്ലോ, വരുമായിരിക്കും. ഒരാഴ്ച നമുക്ക് നോക്കാം. കൊള്ളത്തില്ലെങ്കിൽ നമുക്കൊന്ന് പറഞ്ഞു വിട്ടേക്കാം. നിന്റെ ആഗ്രഹം പോലെ നടക്കട്ടെ. സമ്മതിച്ചെന്നേ. പിന്നൊരു കാര്യം, ആ പെങ്കൊച്ചിന്റെ സകല ഉത്തരവാദിത്വം നിന്റെ ആയിരിക്കും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ എന്നോട് ചോദിച്ച് വന്നേക്കരുത്. ഇപ്പൊ കാണിച്ചിട്ട് പിന്നെ
കാണിക്കരുത്. പവിത്ര ആ പവിത്രനോ വിളി. ഇതാ കൊച്ചിനോട് വരാൻ പറ. നാളെ വരാൻ പറയട്ടെ. നാളെ തന്നെ വരാൻ പറ.